ഇവിടെ CBI അന്വേഷണം പുനർജനയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് വിജിലൻസ് അതിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ശുപാർശ ചെയ്യുന്നതിനെ എങ്ങനെ കാണുന്നു? ഇത് പ്യൂർ രാഷ്ട്രീയമാണ്. 2019 പ്രളയം നടന്നത്. ആ സംഭവങ്ങളെല്ലാം നിരവധി തവണ ഹൈക്കോടതി വരെ എത്തി മടക്കിയതാണ്. ഒരു കേസ് CBIക്ക് കൊടുക്കണമെങ്കിലുള്ള മാനദണ്ഡം എന്താണെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വെസ്റ്റ് ബംഗാൾ കേസിൽ മാനനിർണ്ണയം നടത്തിയതാണ്. ഇതിൽ CBI അന്വേഷിക്കേണ്ട എന്താ ഉള്ളത്? കേരള പോലീസ് ഉള്ള അന്വേഷണം മുഴുവൻ നടത്തിയിട്ട് അവസാനം CPM BJP കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് തുല്യമാണിത്. വേറൊന്നുമില്ല. രാഷ്ട്രീയപരമായി തകർന്ന് തരിപ്പണമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ, ആ കപ്പൽ എങ്ങനെയെങ്കിലും ഒരു ബ്രീത്തിങ് കിട്ടുമോ എന്നുള്ള ആലോചനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാശ്രമം എന്ന് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി കേസ് അന്വേഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെ കണ്ടതല്ലേ ഉമ്മൻചാണ്ടിക്കും മറ്റു മുതലായ കേസ്. ഒരു വെള്ളക്കടലാസിൽ ഒരു കളങ്കിതമായ സ്ത്രീ, ഒരു കൺവിക്റ്റ് പിണറായി വിജയന്റെ അടുത്ത് നേരിട്ട് പോയി കൊടുത്തപ്പോ ഉടനെ CBI അന്വേഷണം. അത്ര വിവരദോഷിയായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഒരു CBI അന്വേഷണത്തിനുള്ള മാർഗദർശനം എന്താണ്, അതിന്റെ ഗൈഡ് ലൈൻസ് എന്താണെന്ന് നിരവധി തവണ സുപ്രീം കോടതി പറഞ്ഞതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ രാഷ്ട്രീയപരമായി തകർപ്പണമായ ഒരു പാർട്ടി പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്ന് ഒരു മോചനം കിട്ടുമോ ഈ പരാജയത്തിൽ നിന്ന്? അതിന്റെ പരീക്ഷണാർത്ഥം മാത്രമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് ഒരു CBI അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. ലോ കേരള സഭ വിദേശ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷം അത് നടത്തിയ ആരോപണങ്ങൾ നമുക്കറിയാം. അപ്പം ആ രീതിയിൽ ഇത് തള്ളിപ്പോകില്ലേ എന്നുള്ളതാണ്. അത് വീണ്ടും തിരിച്ചടിയാകാനുള്ള സാധ്യതയില്ലേ? അത് സർക്കാർ സ്വാഭാവികമായിട്ട് മുന്നിൽ കാണുന്നുണ്ടാവുമല്ലോ. സർക്കാരിന്റെ കരങ്ങൾ മുഴുവൻ കളങ്കിതമാണ്. സർക്കാർ വിദേശത്ത് നടത്തിയ തട്ടിപ്പിന്റെ കഥ ഓരോന്നോരോന്ന്. ഇപ്പം തന്നെ മസാല ബോണ്ടിന്റെ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും? ഹൈക്കോടതിയിലല്ലേ എല്ലാവരും പോയി അഭയം തേടിയിരിക്കുന്നത്. അപ്പൊ വിദേശ വിനിമയ നാണയ തട്ടിപ്പ് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമാണോ? ഒരു സർക്കാരിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ്ഡ് ഫ്രോഡാണ് മസാല ബോണ്ട്. ഒരു സർക്കാർ നടത്തിയ തട്ടിപ്പാണ്. ഈ കിഫ്ബിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന തട്ടിപ്പ് ക്രോർസ് ആണ്. അതിനെക്കുറിച്ചൊന്നും സർക്കാരിനൊന്നും അറിയില്ല. എന്നിട്ട് ഈ കേരള ഹൈക്കോടതി തന്നെ റിജക്ട് ചെയ്ത ഒരു പ്ലിയാണ് ഈ ഇഷ്യൂ രണ്ടാമതും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊന്നും നത്തിങ്, നോ ഔട്ട് ഓഫ് ട്രൂത്ത്. ശ്രീ ടി.അസഫ് അലി പ്രതികരിച്ചതിന് അദ്ദേഹം പറഞ്ഞതുപോലെ ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നുള്ള രീതിയിൽ തന്നെ അത് വിലയിരുത്തപ്പെടുമെന്നാണ്. കോൺഗ്രസ് നേതാക്കളും അങ്ങനെയാണ് രാവിലെ പ്രതികരിച്ചത്.